അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, ഇന്ന് അടിപൊളിയായിട്ടുള്ളൊരു എഗ്ഗ് പപ്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെച്ചോട്ടോ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടാക്കണമെന്ന് തോന്നിക്കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് കണ്ടില്ലെങ്കിലോ, അതുകൊണ്ടാണ് ഇത് സേവ് ചെയ്ത് വെക്കാൻ പറഞ്ഞത്. അത് മാത്രമല്ല, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതേപോലെ തന്നെ ഇതിൽ ആ ബെൽ ബട്ടൺ ഉണ്ടോയെന്ന് ഞെക്കി കേട്ടോ. ഞാൻ ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ഇടുന്നത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. എൻ്റെ ഫ്രണ്ട്സുകൾ എല്ലാവരും ഇത് അവോയ്ഡ് ചെയ്യരുത്. ഇത് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം. ഇതേപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്ന 1/2 കിലോ മൈദപ്പൊടിയാണ് കേട്ടോ. 1/2 കിലോ മൈദപ്പൊടി ഇതേ താലയ്ക്കകത്തിട്ടിട്ട് നല്ലതുപോലെ 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്, വെജിറ്റബിൾ ഓയിൽ. വെളിച്ചെണ്ണ ചേർക്കരുത്. എന്നിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പച്ചവെള്ളം ഒഴിച്ച് ഇതുപോലെ കുഴച്ച് ഇതേപോലെ മയത്തിൽ ഡോയാക്കി എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി വെജിറ്റബിൾ ഓയിൽ ചേർത്തിട്ട് ഷിമ്മി കൂടുണ്ടല്ലോ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ, ആ കൂടിനകത്തായി കെട്ടിയിട്ട് ഏതെങ്കിലും നല്ല അടപ്പുള്ളൊരു പാത്രത്തിൽ 1/2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിന് ശേഷം അത് റെസ്റ്റ് ചെയ്ത് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം. അതിനായിട്ട് 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് നൈസായിട്ട് കട്ട് ചെയ്ത് അത് എണ്ണയ്ക്കകത്തിട്ട് നല്ലതുപോലെ വഴറ്റി അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറണം കേട്ടോ. അല്ലാതെ നമുക്ക് മൊരിയേം അത് ഗോൾഡൻ കളർ ആവുമൊന്നും വേണ്ട. അതിൻ്റെ പച്ചച്ചുവ മാറണമെന്ന് മാത്രമല്ല, അതൊന്ന് വേവും വേണം കേട്ടോ സവാള. അപ്പോൾ അതിനിട്ടിട്ട് ഇത് ഞാൻ 3 പച്ചമുളകാണ് അരിഞ്ഞിട്ടേക്കണത്. നല്ല എരിവുള്ളതാണെങ്കിൽ 2 ഒന്നൊക്കെ ഇട്ടാൽ മതി കേട്ടോ. എരിവ് ഇഷ്ടമില്ലാത്ത ആൾക്കാർ മുളക് 1 ഇട്ടാൽ മതി. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ വഴറ്റി അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് പൊടിവർഗ്ഗങ്ങൾ ചേർക്കാം. അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി. ഇത്രയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറുന്ന വരെ നല്ലതുപോലെ ഇളക്കി അത് കുറച്ച് വെള്ളം തളിച്ച് കൊടുത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഉപ്പ് ആവശ്യത്തിനിടണേ. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എരിവും ഉപ്പൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം തളിച്ച് കൊടുത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം. സവാളയൊക്കെ ഒന്ന് വെന്ത് നല്ല മയത്തിലായിക്കണം, അല്ലെങ്കിൽ ആ ചെറുപറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉരുണ്ട് തെളിഞ്ഞൊക്കെ പോകും. അതിനാണ് സവാള ഒരു മയത്തിന് വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് മൂടി വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സവാളയൊക്കെ വെന്ത് അതിലത്തെ വെള്ളം ഒന്ന് വറ്റണം കേട്ടോ. ആ വെള്ളം ഒന്ന് വറ്റി വരട്ടെ. വെള്ളം പാടില്ല ഒട്ടും, പക്ഷേ എന്നാൽ ഡ്രൈ ആയിട്ട് ഉണങ്ങിയിരിക്കാനും പാടില്ല. അപ്പോൾ അതങ്ങനെ അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഊർന്നൊക്കെ പോകും. എന്നിട്ട് നമുക്ക് 1 പിടി മല്ലിയില നല്ലതുപോലെ അരിഞ്ഞ് അതിലേക്ക് ഇടാം. എത്ര വേണം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മല്ലിയില ഇടാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർക്ക് മല്ലിയില അവോയ്ഡ് ചെയ്യാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. എന്നാലും നിങ്ങൾക്കിത് ഫുള്ളായിട്ട് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. 6 മുട്ട പുഴുങ്ങി വെച്ചേക്കുന്നത് നമുക്ക് ഇനി 2ആയിട്ട് മുറിച്ചാണ് ഇതിൽ വെക്കുന്നത് കേട്ടോ. ഇനി നമ്മുടെ ഡോ എടുക്കാം. ആ ഡോ എല്ലാം റെഡി, നല്ല മയത്തിൽ സോഫ്റ്റായിട്ട് പഞ്ഞി പോലെ ആയിട്ടുണ്ട് കേട്ടോ. കൈ കൊണ്ട് തൊടുമ്പോഴത്തേക്കും ഇങ്ങനെ ഞെങ്ങി പോകുന്ന പരുവത്തിലായിട്ടുണ്ട്. അതിൽ നിന്നെടുത്ത് കൗണ്ടർ ടോപ്പിലിട്ട് പൊടിയിട്ടിട്ട് നല്ലോണം ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം 3 ഭാഗമാക്കി മാറ്റി അതിലൊരു ഭാഗം എടുത്തിട്ട് നമുക്ക് അതിൽ നിന്ന് 5 ഉരുളകളാക്കാം കേട്ടോ. 5 ഉരുളയാക്കിയിട്ട് അതിൽ നിന്ന് ഓരോന്നും എടുത്ത് നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ട് പരത്തി ആ ഉണ്ടകളാക്കി മാറ്റി വെക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ, നമുക്ക് ഒരു ബൗളെടുക്കുക. അതിനകത്തോട്ട് 4 ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കാം. നെയ്യ് നിങ്ങളുടെ കയ്യിലില്ല, നെയ്യ് ഇഷ്ടമല്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം. പക്ഷേ വെജിറ്റബിൾ ഓയിൽ, കുക്കിംഗ് ഓയിൽ ഏതാണെന്ന് വെച്ചാൽ, വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലാണ് നിങ്ങൾ കുക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതെടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ എടുക്കരുത്. പക്ഷേ നെയ്യാണ് കൂടുതൽ ടേസ്റ്റ്. നെയ്യില്ലാന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. നെയ്യ് ഇഷ്ടമില്ലാത്തവരുണ്ടല്ലോ, നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ. അപ്പോൾ ഈ സൺഫ്ലവർ ഓയിൽ എടുക്കുക കേട്ടോ. എന്നിട്ട് അതിനകത്തോട്ട് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടിയാണ് ചേർത്തേക്കുന്നത്. കോൺഫ്ലവർ പൊടി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ എന്നാ ചെയ്യണം, മൈദപ്പൊടി എടുത്താൽ മതി കേട്ടോ. മൈദപ്പൊടി എടുത്ത് ഇതുപോലെ നല്ലോണം ഇളക്കി, കട്ടയില്ലാതെ ഇളക്കി അത് സ്റ്റിറാക്കി എടുക്കണം. അത് ഇതുപോലെ സ്റ്റിറാക്കി നല്ല പരുവത്തിൽ, നല്ല ഇങ്ങനെ ഇതാണ്ടോ, ഇത് സ്റ്റിറായിട്ട് ഇങ്ങനെ വന്നേക്കണുണ്ടോ, ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ ഇതുപോലെ ആക്കിയെടുത്ത് മാറ്റി വെക്കുക. പിന്നെ നമ്മളിപ്പോൾ ബോളാക്കിയിട്ടുണ്ടല്ലോ, ആ ബോൾ കുറച്ച് പൊടി അവിടെ തൂക്കിയിട്ട് ആ ബോൾ ഓരോന്നും വെച്ച് പരത്തി ഒരു ആവശ്യത്തിന് വട്ടമാക്കി 5 എണ്ണം ഒരേപോലെ ആക്കിയിട്ട് മാറ്റി വെക്കാം.
5 നമ്മൾ ഇതേപോലെ കറക്റ്റ് വട്ടമായിരിക്കണം കേട്ടോ. ഒന്ന് ചെറുതും ഒന്ന് വലുതാവരുത്. കറക്റ്റ് വട്ടമായില്ലെങ്കിൽ നമ്മളൊന്ന് വലിച്ചു നീട്ടി കറക്റ്റ് ആക്കിയേക്കണം. എന്നിട്ട് ഓരോന്നിൻ്റെ മുകളിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിട്ട് ഓരോന്നിൻ്റെ മുകളിൽ നമ്മുടെ ആ സ്റ്റിർ ഉണ്ടല്ലോ, നമ്മുടെ പിന്നെ കോൺഫ്ലവറിൻ്റെ പേസ്റ്റ്, അത് കുറേശ്ശെ ഒഴിച്ച്, അത് മൈദയാണെങ്കിൽ മൈദ മതി കേട്ടോ. പിന്നെ വീണ്ടും പറയുകയാണ്, ചിലവർ മൈദ കോൺഫ്ലവർ ഇല്ലല്ലോ പിന്നെ എങ്ങനെ ഉണ്ടാക്കും, അതൊന്നും വിചാരിക്കില്ലേ. മൈദ ഇട്ടാലും ഇതുപോലെ തന്നെ ഉണ്ടാകും. പക്ഷേ ഇച്ചിരി ടേസ്റ്റും പഫിയായി വരുന്നത് കോൺഫ്ലവർ പൊടി ഇടുമ്പോഴാണ് കേട്ടോ. അതൊക്കെ നമുക്കിപ്പോൾ എവിടെ വേണമെങ്കിൽ വാങ്ങിക്കാൻ കിട്ടും, വളരെ വിലക്കുറവാണ് കേട്ടോ. അപ്പോൾ അത് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കാം, അല്ലെങ്കിൽ മൈദ ഇട്ടുണ്ടാക്കാം. എന്നിട്ട് ഇത് ഓരോന്നും ഇതുപോലെ ഇടുക, അതിൻ്റെ മുകളിൽ കുറച്ച് പൊടി തൂവുക, പിന്നെ വീണ്ടും മറ്റത് വയ്ക്കുക. അങ്ങനെ ആവർത്തിച്ച് 5 ഒരുപോലെ ഇതുപോലെ കറക്റ്റാക്കി വെച്ചതിന് ശേഷം 2 സൈഡിൽ നിന്നും നടുക്കിലേക്ക് ഒരേ അളവിൽ മടക്കി വെക്കണം കേട്ടോ. ഇത് എല്ലാം ഒരേ റൗണ്ടിലാക്കി വലിച്ചു നീട്ടിയതിന് ശേഷം നമുക്ക് ഈ 2 സൈഡിൽ നിന്നും ഒരേപോലെ ആക്കിയിട്ട്, അടിയിൽ പൊടി ഇടണം കേട്ടോ, പൊടി ഇട്ട് പരത്താനുള്ളതാണ് നമുക്ക്. അപ്പോൾ 2 സൈഡിൽ നിന്നും ഒരേപോലെ ആക്കി മടക്കി, അതേപോലെ അപ്പുറത്തെ സൈഡിൽ നിന്നും ഒരേപോലെ ആക്കിയിട്ട് മടക്കിയിട്ട് ഇതാക്കിയെടുക്കാം. അത് ഇതിങ്ങനെ പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വട്ടത്തിൽ പരത്തരുതേ, നീളത്തിൽ വേണം പരത്താൻ കേട്ടോ. നീളത്തിൽ പരത്തിയിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ആ സ്റ്റിർ തേക്കണം, നമ്മുടെ പേസ്റ്റ് തേച്ച് കൊടുക്കണം. എന്നിട്ട് വേണം ഞാൻ ഈ പറഞ്ഞ പോലെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും 2 സൈഡിൽ നല്ലോണം മടക്കി, പിന്നെ അറ്റത്തുനിന്ന് ഈ അറ്റത്തുനിന്നും ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ ഇതേപോലെ കറക്റ്റായിട്ട് മടക്കണം കേട്ടോ. ഇതേപോലെ ഒപ്പം വെച്ച് മടക്കിയിട്ട് ഒരു ബോക്സ് രൂപത്തിലാക്കി എടുക്കുക. ആ ബോക്സ് അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ സൈഡിലൊക്കെ ഇത് തേച്ച് കൊടുക്കണം കേട്ടോ, അല്ലാതെ എന്നാലും നമുക്കത് എതൽ പോലെ ഇങ്ങനെ വരത്തുള്ളൂ. അതിന് വേണ്ടിയാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, ഇത് തേച്ച് കൊടുക്കണം. ഈ നെയ്യാകുമ്പോൾ നല്ല മണവും ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒപ്പം വെക്കണം. അതും എടുത്തിട്ട് ഇതിൻ്റെ ഒപ്പം വെച്ച്, അതിപ്പോൾ ഒരു ബോക്സ് ആയില്ലേ, 4 സൈഡ് ഒരേ അളവിലുള്ളൊരു ബോക്സ്. ഇനി അതിൻ്റെ മുകളിൽ പൊടിയിട്ടിട്ട് സ്ക്വയറായിട്ട് തന്നെ പരത്തിയെടുക്കണം. അങ്ങനെ അപ്പുറവും ഇപ്പുറമായിട്ട് സ്ക്വയർ രൂപത്തിലായിരിക്കണം, വട്ടത്തിലേക്ക് പോകരുത്. സ്ക്വയറാക്കി നല്ല നീളത്തിൽ പരത്തിയതിന് ശേഷം അതിന് എന്നിട്ട് നമ്മുടെ കയ്യിലൊരു പിസ്സ കട്ടർ ഉണ്ടെങ്കിൽ സൈഡൊക്കെ ഒന്ന് വെട്ടി കൊടുക്കാം. അല്ലാതെ നമ്മുടെ കയ്യിൽ നല്ല മൂർച്ചയുള്ള കത്തി ഉണ്ടെങ്കിൽ കത്തിയായാലും മതി കേട്ടോ. ആ കത്തി കൊണ്ട് സൈഡൊക്കെ വെട്ടിയതിന് ശേഷം നല്ല നീറ്റാക്കി അതിൻ്റെ നടുക്കിന്നൊരു വര കൊടുത്തിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഒരു വര കൊടുത്ത് 3 കഷ്ണം വീതം 6 പീസാക്കി എടുക്കാം കേട്ടോ. ഇതുപോലെ ഇത് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നല്ല മൂർച്ചയുള്ള കത്തിയാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് കൊടുത്താൽ മതി. ഇങ്ങനെ നടുക്കിലൊരു നീളത്തിൽ അങ്ങനെ കൊടുത്തിട്ട് പിന്നെ 2 വര മുകളിൽ നിന്നും കൊടുക്കുമ്പോൾ നമുക്ക് 6 പീസ് നമുക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ തയ്യാറാക്കി ഓരോ ഫില്ലിങ് വെക്കുക. അതിൻ്റെ മുകളിലേക്ക് മുട്ട മുറിച്ചിട്ട് ഓരോ പീസുകൾ കമത്തി വെക്കാം. എന്നിട്ട് ആ കഷ്ണം ഉണ്ടല്ലോ അതിൻ്റെ അറ്റത്ത് ചുറ്റിനും വെള്ളമായിരിക്കണം കേട്ടോ തേച്ച് കൊടുക്കേണ്ടത്. വെള്ളം കുറച്ചെടുത്തിട്ട് വിരൽ കൊണ്ട് 4 ചുറ്റിനും ഇങ്ങനെ തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തതിന് ശേഷം ഒരിക്കലും അതിൻ്റെ തുമ്പ് ഒട്ടിക്കരുത് കേട്ടോ. തുമ്പ് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വൃത്തിക്കെടുത്ത് ഇതുപോലെ കൈകൊണ്ട് ആ മസാല ഇരിക്കുന്ന ഭാഗം മാത്രം പ്രസ് ചെയ്ത് കൊടുക്കണം. ആ തുമ്പ് അങ്ങനെ തന്നെ ഇരിക്കണം. തുമ്പ് ഒട്ടിയിരിക്കണമാണല്ലോ, പക്ഷെ നമ്മൾ അവിടെ ഇട്ടിട്ട് നല്ലോണം ടച്ച് ചെയ്യരുത്. ടച്ച് ചെയ്ത് അവിടെ അട പോലെ ആവും. അപ്പം നമുക്ക് ഈ എതൾ പോലെ കിട്ടത്തില്ല. എതൾ പോലെ കിട്ടാനാണ് അവിടെ നമ്മളൊന്നും ടച്ച് ചെയ്യരുത്. ഈ മസാല വിട്ടു പോകാതിരിക്കാനായിട്ട് അതിൻ്റെ ആ ഉള്ളിൽ വേണം ഇങ്ങനെ അമർത്തി കൊടുക്കാനായിട്ട്. അപ്പോൾ അവിടെ നല്ലതുപോലെ മുറുകി ഇരിക്കുകയും ചെയ്യും, ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ അടർന്ന പോലെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ അതിങ്ങനെ എണ്ണയ്ക്കകത്തിടുമ്പോഴത്തേനും ഇങ്ങനെ വിടർന്ന് വരും. അതാണ് ഇതിൻ്റെ ഭംഗിയും കാണാനുള്ള ഭംഗിയും തിന്നാനുള്ള ടേസ്റ്റും വരുന്നത്. അടിപൊളിയാണ് കേട്ടോ. ഇത് ഉണ്ടാക്കാൻ മറക്കരുത്. എല്ലാവരും ഒന്ന് സേവ് ചെയ്ത് വെച്ചോട്ടോ അത് ഉണ്ടാക്കണം. ഇനി ചട്ടി അടുപ്പത്ത് വെക്കുക. എണ്ണ നല്ലോണം തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ഓരോന്നിട്ട് നല്ലതുപോലെ മൊരിച്ച് കോരിയെടുക്കാം. അപ്പുറവും ഇപ്പുറവും പതുക്കെ മറിച്ചിട്ട് ഇതുണ്ടാവും. ഒന്ന് തിളച്ച് അത് ഒന്ന് എണ്ണയിൽ കിടന്ന് വരുമ്പോഴത്തേക്കും ആ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ പൊങ്ങി എതൾ പോലെ വരും. അതിനാണ് നമ്മൾ ആ സൈഡ് ഒരിക്കലും നമ്മൾ ഞെക്കി കൊടുക്കരുത് കേട്ടോ. സൈഡ് വിട്ട് തന്നെ ഇരിക്കണം. കണ്ടോ, ഇപ്പോൾ കണ്ടോ സൈഡ് ഇരിക്കുന്നത് കണ്ടോ. ഇതുപോലെ വരാൻ വേണ്ടിയാണ്. ആ നടുക്ക് ഭാഗത്തു നിന്ന് മസാല പുറത്തേക്ക് വരുകയും ചെയ്യരുത്. അതിനാണ് നടുക്ക് ഭാഗം ഞെക്കി അമർത്തി കൊടുക്കുന്നത്. പിന്നെ സൈഡ് ഭാഗം ഇങ്ങനെ വിട്ട് കൊടുത്താലേ ഇതുപോലെ വരത്തുള്ളൂ. അപ്പം നല്ല
ക്രിസ്പിയാണ്, അതുമാത്രം നല്ല പഫിയാണ്, നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് നിങ്ങൾ മിസ് ചെയ്യരുത്. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്തായാലും അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഉണ്ടാക്കി നോക്കണം. സേവ് ചെയ്ത് വെച്ചോ കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ സേവ് ചെയ്ത് വെച്ചോ. അതായത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സമയത്ത് നിങ്ങൾ മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തോ കേട്ടോ. കൂടുതൽ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഞാൻ ഇടുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.